ഒരു ദിവസം കൂടി കാത്തിരിക്കുമെന്ന് പി.വി. അൻവർ. എടവണ്ണ ഒതായിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് കാര്യമായ പ്രതികരണങ്ങൾ നടത്താതെ ഒരു ദിവസം കൂടി കാത്തിരിക്കാൻ പോവുകയാണെന്ന് അൻവർ പറഞ്ഞത്. ഇന്ന് രാവിലെ പി.വി. അൻവറിനെ മുന്നണിയിൽ വേണ്ട എന്ന വാർത്തയാണ് പുറത്തുവന്നത്. ഇതോടെ പി.വി. അൻവർ കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമെന്ന ധാരണയാണ് പുറത്തുവരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഉണ്ടാകുമെന്നും കരുതിയിരുന്നു. യു.ഡി.എഫ് ഒരു വിഭാഗം നേതാക്കൾ ഇന്ന് വൈകുന്നേരം 7 നടക്കുന്ന യു.ഡി.എഫ് യോഗത്തിൽ പ്രസ്താവന നടത്തരുതെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. ചില കാര്യങ്ങൾ ഒന്നുകൂടെ നിങ്ങളോട് പറയേണ്ട ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു വിളിച്ചിരുന്നത്. സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തപ്പെട്ട യു.ഡി.എഫിന്റെ നേതാക്കളും സമൂഹത്തിലെ പ്രധാനപ്പെട്ട ചില സാമുദായിക നേതാക്കളും ചില സാമൂഹിക നേതാക്കളും വിളിച്ചിട്ട് ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം മുസ്ലിം ലീഗിന്റെ ഉന്നതരായ കുഞ്ഞാടി സാഹിബ് അടക്കമുള്ള നേതാക്കൾ, കോൺഗ്രസിന്റെ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഞാൻ ആദ്യം സൂചിപ്പിച്ച നേതാക്കൾ, ഇവരൊക്കെ ഒരു പകൽ കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം, നിങ്ങളിപ്പോൾ അത് ഡിക്ലെയർ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നോ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിരുന്നത് ആ കാര്യം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഒരു പകൽ കൂടി വെയിറ്റ് ചെയ്യണമെന്ന് ഇത്രയും ആളുകൾ പറയുമ്പോൾ എനിക്കത് വാക്ക് ഗൗരവമായി മുഖവിലക്കെടുക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അതിൽ എന്നെ സഹായിക്കാൻ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഒരേ അവസരത്തിലാണ് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെ ചെറിയൊരു മനുഷ്യനാണ് ഇവരുടെ ഇടയിൽ. അപ്പോൾ അതിനെ മുഖവിലക്കെടുത്തുകൊണ്ട് ആ കാര്യങ്ങൾ തൽക്കാലം ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യം തൽക്കാലം ഇപ്പം മാറ്റിവെക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് ബുദ്ധിമുട്ടിയതിൽ ഐ എം വെരി സോറി ഫോർ യു. എന്നാൽ പി.വി. അൻവറുമായി ഒരു ധാരണയും വേണ്ടെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിനും ഉൾപ്പെടെ ഭൂരിഭാഗം നേതാക്കൾക്കും പ്രവർത്തകർക്കുമുള്ളത്. യു.ഡി.എഫ് പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായ ആര്യടൻ ഷൌക്കത്തിനെതിരെ അതിരൂക്ഷ വിമർശനം നടത്തിയ പി.വി. അൻവറിനൊപ്പം പ്രചരണത്തിനിറങ്ങിയാൽ അത് ഗുണത്തിലേറെ ദോഷം ചെയ്യുമെന്നും യു.ഡി.എഫ് കരുതുന്നു. പി.വി. അൻവർ ഒറ്റയ്ക്ക് നിന്നാൽ പരമാവധി ലഭിക്കുക 3000 വോട്ടുകൾ മാത്രമാകുമെന്നാണ് യു.ഡി.എഫ് കരുതുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ച് ശക്തി തെളിയിക്കാനായില്ലെങ്കിൽ പി.വി. അൻവറിന്റെ രാഷ്ട്രീയ ഭാവിക്ക് മുകളിൽ അത് കരിനിഴൽ വീഴ്ത്തുകയും ചെയ്യും. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.